കേക്ക് അടിപൊളിയായിട്ടുണ്ട്. വിചാരിച്ചുണ്ടാക്കിയാണ് കേട്ടോ. പാഷൻ ഫ്രൂട്ടിൻ്റെ ഫ്ലേവറാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. ഹായ് ഓൾ, നവംബർ 23 നിച്ചുട്ടിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. സോ അന്ന് രാവിലെ തന്നെ എല്ലാവരും വീട്ടിലെത്തി. നമ്മൾ ചെറുതായിട്ടൊന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. വീട്ടിൽ തന്നെ ജസ്റ്റ് നമ്മൾ കുറച്ച് ബലൂൺസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ച് നമ്മുടെ ഗാർഡൻ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തു. ദെൻ ബർത്ത്ഡേക്ക് ഫുഡായിട്ട് നമ്മൾ ബിരിയാണി വെച്ചു. സാധാരണ സദ്യയാണ് വെക്കാറുള്ളത്, നമ്മൾ വെറൈറ്റി ആയിട്ട് ബിരിയാണിയാണ് വെച്ചത്. ബിരിയാണി എല്ലാവർക്കും, മക്കൾക്കൊക്കെ ബിരിയാണിയാണ് ഒന്നുകൂടെ ഇഷ്ടം. അപ്പോൾ പിന്നെ ബിരിയാണി വയ്ക്കാമെന്ന് വിചാരിച്ചു. അന്ന് നമ്മൾ സവിതേച്ചി സ്പെഷ്യൽ ബിരിയാണി പ്രിപ്പയർ ചെയ്തു. ദെൻ മുറ്റത്ത് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്തു. നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒന്ന് കണ്ടു വെക്കാം. ബിഹൈൻഡ് ദ സീൻ വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ എങ്ങനെയാണ് മുറ്റത്ത് സിമ്പിളായിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ തുടർന്ന് നമ്മുടെ കേക്ക് കട്ടിങ്ങും ഗിഫ്റ്റ് അൺബോക്സിങ്ങും ഒക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു. നിച്ചുട്ടൻ്റെയും ആമിയുടെയൊക്കെ കുറച്ച് കളികളും കുറച്ച് സന്തോഷകരമായിട്ടുള്ള കുറച്ച് നിമിഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ദെൻ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. കുറച്ച് ടൈം ദമ്മിനിട്ടുണ്ടായിരുന്നു കേട്ടോ, പക്ഷേ ആ വീഡിയോ മിസ്സായിപ്പോയി. നമ്മളെല്ലാം മിക്സ് ചെയ്തിട്ട് ദമ്മിലിട്ടിട്ട് തന്നെയാണ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി കുട്ടികളൊക്കെ വിളിച്ച് നമുക്ക് ഫുഡ് കൊടുക്കാം. ഞങ്ങളും ഫുഡ് കഴിക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ടാണ് കേക്ക് കട്ടിങ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുട്ടികൾക്കൊക്കെ വിശന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ആദ്യം ഫുഡ് കഴിച്ചിട്ട് പിന്നെ കേക്ക് കട്ടിങ്ങിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിച്ച് വയറൊക്കെ ഫുള്ളായി ഇരിക്കുകയാണ്. കുറച്ച് ടൈം നമ്മൾ റെസ്റ്റ് എടുത്തു. എന്നിട്ട് ഈവനിങ് ഒരു 4-4:30 ഒക്കെ ആയ സമയത്ത് നമ്മൾ കേക്ക് കട്ടിങ്ങിനുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങി. ബലൂണൊക്കെ ഓൾറെഡി നമ്മൾ കുട്ടികളൊക്കെ ചേർന്നിട്ട് വീർപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മുറ്റത്ത് ഒരു ടേബിളൊക്കെ കൊണ്ടുപോയിട്ട് ഗാർഡനിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബലൂണൊക്കെ വെച്ച് നമ്മൾ ചെറിയൊരു അറേഞ്ച്മെൻറ്റ് ചെയ്തു. കേക്ക് ചേച്ചി ഓൾറെഡി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം പാഷൻ ഫ്രൂട്ടിൻ്റെ കേക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ദെൻ വൈറ്റ് ഫോറസ്റ്റിൻ്റെ ഒരു കേക്ക് കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. സോ ഇങ്ങനെയാണ് നമ്മുടെ ഒരു സെലിബ്രേഷൻ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളും എങ്ങനെയാണ് ചെയ്തത്, നമ്മുടെ ഗാർഡനിൽ എങ്ങനെ സിമ്പിളായിട്ട് ബലൂൺസൊക്കെ വെച്ച് നമ്മൾ ബർത്ത്ഡേ കേക്ക് കട്ടിങ്ങിനുള്ള സെറ്റിങ്സ് ചെയ്തു എന്നുള്ളതൊക്കെ നിങ്ങൾക്കൊന്ന് കാണാം. അതിനിടയ്ക്ക് നിച്ചുവിൻ്റെയും മാമിൻ്റെയും രസകരമായിട്ടുള്ള കുറച്ച് കളികളൊക്കെ ഉണ്ട് കേട്ടോ. സോ അതൊക്കെ നിങ്ങൾ കണ്ടിട്ട് എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഹായ് ഓൾ, ഇന്ന് നവംബർ 23 നിച്ചുട്ടൻ്റെ 3rd ബർത്ത്ഡേ ആണ്. അവൻ്റെ 3 വയസ്സ് തികയാണ്. സോ ഇന്ന് അവരൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പം നമ്മളൊരു കൊച്ചു സെലിബ്രേഷൻ വെക്കാമെന്ന് വിചാരിച്ചു. നിച്ചുട്ടനൊരു സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടി. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം കംപ്ലീറ്റ് ആയി. അവർ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈവനിങ് ഒക്കെ ആയപ്പോഴേക്കും ജസ്റ്റ് ചെറിയ കുറച്ച് ബലൂൺസൊക്കെ വെച്ച് ചെറിയൊരു അറേഞ്ച്മെൻറ്റ്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, ഇതവിടെ എല്ലാവരും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാ
പൊട്ടുപോയി പൊട്ടുപോയിന്നാ ആ സ്റ്റൂൾ എടുത്തോട്ടെ ഞാൻ നൽകി അല്ല എന്നാലും കട്ട് ചെയ്യുമ്പോ അങ്ങനെയല്ല വെക്ക ഇങ്ങനെ എടുത്താ മതി റൗണ്ടില് അല്ലേ സ്റ്റാപ്ലർ ആ ഓക്കെ ഇല്ല Oh yeah, sorry. Happy birthday to you. Happy birthday to you. Happy birthday, Dear Nichu, happy birthday to you. Yay! Ami. ആമയ്ക്ക് കൊടുത്തല്ലോ അവന്റെ മകൻ തമ്മിൽ ചെഞ്ചെന്താ കൊടുക്കാത്തെ ഞങ്ങളൊക്കെ വരട്ടെ. ആയിട്ടില്ല കത്തി മുഖത്തൊക്കെ മുഖത്ത് പാമ്പം തന്നെ സാരി മോത്തായോ എന്താ കുട്ടിരമ്മ അമ്മ കൊടുത്താ ആമി 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 വേണ്ട വേണ്ട പ്രശ്നമാവും ചിലപ്പോ. അതാ ഡ്രസ് ഇട്ടോ അമ്മ എന്താ ഈ നിച്ചുനോട് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞാ പറ ഹാപ്പി ബർത്ത്ഡേ പറ. അത് മതിയാ താങ്ക് യു പറ. അവിടെ അത് കത്തണില്ലല്ല
ഇതെന്താണ് ആമി? ആ എന്നാ പറ? മിന്നു ചിഞ്ചു പോയി നിൽക്കും. മിന്നു ചിഞ്ചു ആ ആമി അതിനൊക്കെ ആ കേക്കിനെ കുറിച്ച് പറഞ്ഞില്ലട്ടാ. കേക്ക് അടിപൊളിയുണ്ട്. പാഷൻ ഫ്രൂട്ടിന്റെ ഫ്ലേവർ വെച്ചിട്ട് ഒരു ചേച്ചി ഉണ്ടാക്കിയ കേക്കാണ്. വൈറ്റ് ഫോറസ്റ്റ് കേക്ക്. ഇത് വൈറ്റ് ഫോറസ്റ്റ്, ഒന്ന് വൈറ്റ് ഫോറസ്റ്റും ഇത് പാഷൻ ഫ്രൂട്ടും. സൂപ്പർ. ഒരു കുറച്ച് പുളിപ്പൊക്കെ ആയിട്ട് ചെറിയൊരു പുളിപ്പുണ്ട് പാഷൻ ഫ്രൂട്ടിന്റെ. ഓക്കെ സൂപ്പർ. ചിഞ്ചും ലച്ചൊക്കെ മാർക്കാണ്. സന്ധ്യവിന് എടുത്തിട്ടടാ. ഏത് മോളെ നമുക്ക് ഡാൻസ് ചെയ്യണ്ട? അതല്ല അമ്മേ, ഇതൊന്ന് മാറ്റി വെക്കാൻ പറ്റും ഇവിടുന്ന്? എന്റെ കുട്ടി ഇതൊക്കെ കൂടി എനിക്ക് കിട്ടിയില്ല. ഞാൻ ഇത് കൊണ്ടൊക്കെയുണ്ട് ട്ടാ, ഇത് കൊണ്ടൊക്കെയുണ്ട് ട്ടാ എന്റെ കുട്ടിയൊക്കെ. കേക്ക് അടിപൊളിയായിട്ടുണ്ട്. സജേച്ച് ഉണ്ടാക്കിയാണ് കേട്ടോ. പാഷൻ ഫ്രൂട്ടിന്റെ ഫ്ലേവറാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്ന് രാവിലെ ഓ നാ കേക്ക് മാമിയാ. ആ ആ അനക്കല്ല നെച്ചു തുറന്നോക്കാം. വേണത്. തുറക്കണ്ടേ? തുറക്ക. എക്കോ ഫ്രണ്ട്ലി. എക്കോ ഇത് ഇതാണ് പാളന്റെ. ആകെ മത്ത് പിടിച്ച് ഫുള്ള്.